എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാറ്റിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 2026 എങ്ങനെയാണ് എന്നുള്ളത്. Ace of Wands, Four of Swords, Nine of Pentacles, Nine of Cups, Six of Cups, Emperor Energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ആദ്യം തന്നെ ഏസ് ഓഫ് ഫോൺസ് എനർജി ആൻഡ് സിക്സ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ്, പുതിയ തുടക്കം ജീവിതത്തിലുണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നയൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. സ്ട്രോങ് മെസ്സേജാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ പിന്നെ ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജോലി സംബന്ധമായിട്ട് ജോലിയിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ കരിയറിൽ ഒത്തിരി ഉയരത്തിലെത്താൻ പറ്റുന്ന ഒരു സമയം, ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. അതേപോലെ വലിയ കോർപ്പറേറ്റിൽ ജോലി ലഭിക്കുന്നത്, ഗവൺമെൻറ് ജോലി ലഭിക്കുന്നത്, അതുപോലെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്ന സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരാൾ, രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതും, ഗവൺമെൻറ് ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാധ്യത ലഭിക്കുന്നുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി നേട്ടങ്ങൾ സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ, ചുറ്റുമുള്ള ആളുകളിലും ചെറിയ രീതിയിലുള്ള അസൂയയും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയ കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള ഒത്തിരി തിരക്കുകളും യാത്രകളും ഒക്കെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഏത് രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, എങ്ങനെയാണ് ജീവിത സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് ജീവിതത്തിൽ ഒത്തിരി തിരക്കുകൾ കാര്യങ്ങളും ഇപ്പോൾ ഭക്ഷണ രീതികളിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടുന്ന ഒരു സമയമാണ്. അതായത് പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന, ഒരു ഡയറ്റ് ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ് എങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ കാൽഷ്യം അതുപോലുള്ള കാര്യങ്ങൾ എല്ലിനും പല്ലിനും ഒക്കെ ഉള്ള അത് നല്ല പോഷകം നൽകുന്ന തരത്തിലുള്ള ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാൽഷ്യത്തിൻ്റെ കുറവ് കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വൈറ്റമിൻ ഡി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സമയത്ത്. ആരോഗ്യം പൊതുവെ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം, എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും, ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഫോർ ഓഫ് സോഡ്സ് ആൻഡ് നയൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒത്തിരി മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ നല്ലതായിരിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് പറയാൻ അവസരം കൊടുക്കുന്നു. നിങ്ങളിങ്ങനെ പൊതുവെ ഒത്തിരി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന നല്ലൊരു ലിസണർ കൂടിയാകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നല്ലൊരു മീഡിയേറ്റർ ആകാം നിങ്ങൾ. അതേപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വെറുതെ കേൾക്കുന്നില്ല, അവർ മറുപടി പറയാൻ ധൃതി കാണിക്കുന്ന ഒരു രീതിയല്ല, പറയുന്നത് കേൾക്കുകയും മനസ്സിലാക്കുകയും അനിവാര്യമെങ്കിൽ മാത്രം തിരിച്ച് മറുപടി കൊടുക്കുന്ന ആ ഒരു രീതി. വളരെയധികം മറ്റുള്ളവർ നിങ്ങളെ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ ലിസണിങ്, ഹിയറിങ് ഒക്കെ വളരെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് സഹായകരമാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ നല്ലൊരു നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒത്തിരി ആവശ്യമുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു ടീച്ചറാണ്, അല്ലെങ്കിൽ ഒരു ലെക്ചറോ റിസർച്ചറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലും ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന, മുമ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട തരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ജോലികളിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒത്തിരി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രയോജനം ചെയ്യുന്നുണ്ട്, കാരണം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രിയിലെ ട്രാൻസ്ലേറ്ററോ അതുപോലെ സൈക്കോളജിസ്റ്റ്, കൗൺസിലറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടി ആണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ഫോർ ഓഫ് സോഡ്സ് ആൻഡ് സിക്സ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒത്തിരി
മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി മനസ്സിൽ ഒത്തിരി പഴയ കാര്യങ്ങൾ നൊസ്റ്റാൾജിയൊക്കെ വരുന്നൊരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇൻഹെറിറ്റൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പൂർവിക സ്വത്ത് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു നേട്ടം, അതൊരു നേട്ടം കൂടിയാണ്. അതേപോലെ തന്നെ ഒരേ സമയം തന്നെ സ്വത്ത് വകകൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് സാമ്പത്തിക നേട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളിലേക്ക് ഒരു നൊസ്റ്റാൾജിയ, പഴയ കാലം, പണ്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ തറവാട്, കുളം, പച്ചപ്പ്, അതേപോലെയുള്ള ചിന്തകൾ, പഴയ കാലത്തിൽ നിങ്ങളുടെ ബാല്യത്തിലെ സാഹചര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന സമയം കാണിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടുന്നു, പണ്ട് നിങ്ങൾ കൊച്ചിയിൽ ജീവിച്ചിരുന്നിടത്തേക്കൊക്കെ പോകുന്നതും ഇതിനൊക്കെയുള്ളൊരു അവസരവും സാഹചര്യവും ഒക്കെ ഒത്തുവരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്വത്ത് കാര്യങ്ങളൊക്കെ ഭാഗിച്ച് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും മാറി കിട്ടുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയാം. 9 of Pentacles ആൻഡ് 6 of Cups എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങൾ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പല കാര്യങ്ങളും ആ രീതിയിൽ നടപ്പാക്കുകയും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്ലാനിങ്ങിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് പ്രവൃത്തി പരിചയം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സമയമാണ്. ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ആ പ്രവൃത്തി പരിചയം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 6 of Cups ആൻഡ് എംപറർ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള, അതായത് നിങ്ങൾ മനുഷ്യത്വ സഹജമായിട്ടുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായവും മറ്റും ചെയ്യാൻ പറ്റുന്ന അവസരം നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒത്തിരി പേരെ സഹായിക്കാൻ സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള, അതായത് ചില സമയങ്ങളിൽ സാമ്പത്തിക സഹായത്തിൻ്റെ അപ്പുറത്തേക്ക് അവർ പറയുന്നത് കേൾക്കാനോ അടുത്തിരിക്കാനോ സംസാരിക്കാനോ ആളുകളായിരിക്കും ആവശ്യം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ കുറച്ച് സമയം അതുപോലുള്ള ആളുകളായിട്ട് ചിലവഴിക്കാനോ ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള കാര്യങ്ങളും നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നടക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഒത്തിരി ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനും ടൈം കണ്ടെത്താൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. പിന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു മാസം പകുതിയാകുമ്പോൾ, മാസത്തിൻ്റെ തുടക്കത്തിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് കൂടി ശ്രദ്ധിക്കുക. ഒരു പകുതിക്ക് ശേഷം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഹെൽത്തും വെൽബീയിങ്ങും ഒക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ലൈഫിലെ ഗോൾ അച്ചീവ് ചെയ്യുന്നൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സമയം ആയതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പുറകെ ആയിരിക്കും ഒരു തുടക്കത്തിൽ, മാസത്തിൻ്റെ തുടക്കത്തിൽ. പക്ഷേ അതിനുശേഷം പതുക്കെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങൾ ശരിയായിട്ട്, നമ്മൾ പറയില്ലേ, റൈറ്റ് ടൈം റൈറ്റ് പ്ലേസിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസരങ്ങൾ നിങ്ങളെ തേടി വരുമ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ട് മനസ്സിലാക്കാനും പറ്റും, ഇതാ എനിക്ക് പറ്റിയ അവസരമാണ് എന്നുള്ളത്. അങ്ങനെ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ആ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 9 of Cups എനർജിയാണ്, മാനിഫെസ്റ്റേഷൻ ടൈമാണ്. അപ്പോൾ ഈ ഒരു മാസം പല കാര്യങ്ങളും ജീവിതത്തിൽ നേടാൻ പറ്റുന്ന സമയമാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന ദിവസം അല്ലെങ്കിൽ കേൾക്കുന്ന സമയം ഓൾറെഡി ജോലിക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക, ഇൻ്റർവ്യൂ കാര്യങ്ങൾ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യുക. അതിന് സമയമെടുത്ത് റെസ്യൂമേ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക. സാമ്പത്തികമായിട്ട് എന്ന് പറയുമ്പോൾ പലർക്കും ജോലിയാവാം. അപ്പോൾ ജോലി മാറ്റം സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ബിസിനസ് ആണെങ്കിൽ അങ്ങനെ
വീട്ടമ്മമാർ, പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരിലും വെറുതെ ഒരിടത്ത് ഇരിക്കുക എന്നുള്ളതിൽ ജീവിതത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ചിന്തയൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കോൺഫിഡൻസ് ഒക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അതിലും ഒരു ബിസിനസ് സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കും പ്രായമായി എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. വീട്ടമ്മമാരാണെങ്കിലും എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.